ഹായ് ഓൾ, മൈസെൽഫ് അശ്വതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാംസിന് സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ: റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ഇലോങ്ങേഷൻ ഓഫ് ടാപ്പറിംഗ് ബാർ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. 4 മാർക്ക്, 2018 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. A linear tapered bar with a circular cross section is subjected to an axial load. Derive an expression for change of length. 5 മാർക്ക്, 2019 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. Derive an expression to determine the elongation of uniformly tapering circular cross section. 7 മാർക്ക്, 2020 സെപ്റ്റംബറിലെ ക്വസ്റ്റ്യൻ ആണ്. Analysis of uniformly tapering circular rod. A bar uniformly tapering from a diameter d1 to diameter d2 at other end. Let P is the axial tensile load, L is the total length of bar, E is the Young's modulus. Consider a small element of length dx at a distance x from left end. The diameter of element at a distance x from left end is dx. ഇതാണ് ഒരു യൂണിഫോംലി ടാപ്പറിംഗ് സർക്കുലർ ബാർ സെക്ഷൻ. ലെഫ്റ്റ് എൻഡിൽ d1ഉം റൈറ്റ് എൻഡിലെ ഡയമീറ്റർ d2ഉം ആയിരിക്കും. ഒരു എലമെൻ്ററി സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ലെങ്ത് dx ആയിരിക്കും. ലെഫ്റ്റ് എൻഡിൽ നിന്ന് x ഡിസ്റ്റൻസ് മാറിയാണ് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ എന്ന് പറയുന്നത് L ആണ്. d1 മൈനസ് dx ബൈ x ഈക്വൽ ടു d1 മൈനസ് d2 ബൈ L ആണ്. d1 മൈനസ് dx എന്ന് പറയുന്നത് d1 മൈനസ് d2 ബൈ L ഇൻറ്റു എക്സ് ആയിരിക്കും. d1 മൈനസ് d2 ബൈ L കോൺസ്റ്റൻറ്റിന് ഇക്വേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് k. dx ഈക്വൽ ടു d1 മൈനസ് kx ആയിരിക്കും. Then area cross section of element at a distance x from left end എന്ന് പറയുന്നത് ax ഈക്വൽ ടു പൈ ബൈ 4 dx ആയിരിക്കും. dxൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈ ബൈ 4 d1 മൈനസ് d2 ബൈ L ഇൻറ്റു എക്സ് ഹോൾ സ്ക്വയർ ആണ്. d1 മൈനസ് d2 ബൈ L എന്ന് പറയുന്നത് k ആണ്. ദെയർഫോർ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് പൈ ബൈ 4 kx ഹോൾ സ്ക്വയർ ആയിരിക്കും. ദെൻ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ, ദാറ്റ് ഈസ് പി ബൈ എ എക്സ് ആയിരിക്കും. ദെൻ സിഗ്മ എക്സ് ഈക്വൽ ടു പി ബൈ എ എക്സ് എന്ന് പറയുന്നത് പി ബൈ എ എക്സ് ഈക്വൽ ടു പൈ ബൈ 4 d1 മൈനസ് കെ എക്സ് സ്ക്വയർ എന്നറിയാം. അറേഞ്ച് ചെയ്യുമ്പോൾ 4p ബൈ പൈ ഇൻറ്റു d1 മൈനസ് കെ എക്സ് സ്ക്വയർ എന്ന് വരും. ദെൻ സ്ട്രെയിൻ ഇ എക്സ് ഇൻ ദി സ്മാൾ എലമെൻറ്റ് ഓഫ് ലെങ്ത് ഡി എക്സ് എന്ന് പറയുന്നത് സ്ട്രെയിൻ ഇ എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ ആയിരിക്കും. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 4p ബൈ പൈ ഇൻറ്റു d1 മൈനസ് കെ എക്സ് സ്ക്വയർ ആണ്. ദെൻ ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4p ബൈ പൈ ഇ ഇൻറ്റു d1 മൈനസ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ദെൻ എക്സ്റ്റൻഷൻ ഓഫ് സ്മാൾ എലമെൻറ്റ് ഓഫ് ലെങ്ത് ഡി എക്സ് എന്ന് പറയുന്നത് ഇ എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. ഡി എക്സ് എന്ന് പറയുന്നത് സ്മാൾ എലമെൻറ്റ് കൺസിഡർ ചെയ്ത ലെങ്ത് ആണ്. ഇ എക്സ് നമുക്കറിയാം 4p ബൈ പൈ ഇ ഇൻറ്റു d1 മൈനസ് കെ എക്സ് സ്ക്വയർ ആണ്. ദെൻ എക്സ്റ്റൻഷൻ ഓഫ് സ്മാൾ എലമെൻറ്റ് ഈക്വൽ ടു 4p ബൈ പൈ ഇ ഇൻറ്റു d1 മൈനസ് കെ എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. ടോട്ടൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് ഡി എൽ ഈക്വൽ ടു സ്മാൾ എലമെൻറ്റ് എക്സ്റ്റൻഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 0 ടു എല്ലിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു എൽ 4p ബൈ പൈ ഇ ഇൻറ്റു d1 മൈനസ് കെ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. 4p ബൈ പൈ ഇ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രേഷന് പുറത്തെടുക്കുക. ദെൻ ഇൻ്റഗ്രൽ 0 ടു എൽ d1 മൈനസ് കെ എക്സ്
ഡിനോമിനേറ്ററിൽ സ്ക്വയർ ആയിരുന്നു, ന്യൂമറേറ്ററിൽ പോകുമ്പോൾ d1 മൈനസ് കെ എക്സ് ഹോൾ റേസ് ടു -2 dx എന്ന് വരും. ദെൻ ഒരു മൈനസ് കെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 4p/π ഈ ഇൻ്റഗ്രൽ 0 to L d1 മൈനസ് കെ എക്സ് ഹോൾ റേസ് ടു -2 ഇൻറ്റു -k ഡിവൈഡഡ് ബൈ -k dx എന്ന് വരും. ദെൻ ഇൻ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ 4p/π ഈ ഇൻറ്റു d1 മൈനസ് കെ എക്സ് ഹോൾ റേസ് ടു -1 ബൈ -1 ഇൻറ്റു -k 0 to L എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -2 + 1 ആണ് വരുന്നത് റേസ് ടു. ദെൻ -2 + 1 ക്യാൻസലായി -1. ദെൻ 4p/π ഈ കെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും. ദെൻ കെ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുക. ദാറ്റ് ഈസ് 4p/π ഈ കെ ഇൻറ്റു 1/d1 മൈനസ് കെ എക്സ് ഹോൾ 0 to L ആണ് ലിമിറ്റ് കൊടുക്കുമ്പോൾ 4p/π ഈ കെ ഇൻറ്റു 1/d1 മൈനസ് കെ എൽ മൈനസ് 1/d1 എന്ന് വരും. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെയുടെ വാല്യൂ d1 മൈനസ് d2/L ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4p/π ഈ d1 മൈനസ് d2L ഇൻറ്റു 1/d1 മൈനസ് കെ എല്ലിൻ്റെ സ്ഥാനത്ത് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d1 മൈനസ് d2/L L ക്യാൻസൽ ആവും, മൈനസ് 1/d1 ആണ്. ദെൻ 4pL ഡിവൈഡഡ് ബൈ പൈ ഈ d1 മൈനസ് d2L ന്യൂമറേറ്ററിൽ പോവും. അതായത് 4pL/π ഈ d1 മൈനസ് d2 ഇൻറ്റു 1/d1 ക്യാൻസൽ ആവും ബൈ 1/d1 ഈക്വൽ ടു 4pL ഡിവൈഡഡ് ബൈ പൈ ഈ d1 മൈനസ് d2 ഇൻറ്റു d1 മൈനസ് d2/d1 d2. d1 മൈനസ് d2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ക്യാൻസൽ ആവും. ദെൻ ടോട്ടൽ ഇലോങ്ങേഷൻ dl എന്ന് പറയുന്നത് 4pL ഡിവൈഡഡ് ബൈ പൈ ഈ d1 d2 ആണ്. ഡയമീറ്റർ ഇപ്പോൾ സെയിം ആണ് എങ്കിൽ 4pL/π ഈ d² ആയിരിക്കും ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് യൂണിഫോംലി ടേപ്പറിംഗ് റെക്ടാങ്കുലർ ബാർ. A bar uniformly tapering width from one end B1 to other end B2. Let P is the axial load, L is the length of bar, E is the Young's modulus and T is the thickness of bar. ഇതാണ് ഒരു യൂണിഫോംലി ടാപ്പറിംഗ് റെക്ടാങ്കുലർ ബാറിൻ്റെ figure. Consider a small element of length dx at a distance x from left end. The width of the element at a distance x from the left end is bx. ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു സ്മാൾ എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. വിഡ്ത്ത് ഓഫ് ദി എലമെൻറ്റ് ഈസ് bx ആണ്. ദെൻ b1 മൈനസ് bx ഈക്വൽ ടു b1 മൈനസ് b2/L. b1 മൈനസ് bx എന്ന് പറയുന്നത് b1 മൈനസ് b2/L ഇൻറ്റു എക്സ് ആയിരിക്കും. അതായത് bx ഈക്വൽ ടു b1 മൈനസ് kx ആണ്. b1 മൈനസ് b2/L എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് k ആണ്. ദെൻ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് സ്മാൾ എലമെൻറ്റ് അറ്റ് ഡിസ്റ്റൻസ് എക്സ് ഫ്രം ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഏരിയ ക്രോസ് സെക്ഷൻ AX ആണ്. റെക്ടാങ്കുലർ ബാറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്. ദെൻ വിഡ്ത്ത് bx നമുക്കറിയാം, b1 മൈനസ് kx ആണ്. തിക്നെസ് t. ദെൻ AX ഈക്വൽ ടു b1 മൈനസ് kx ഇൻറ്റു t ആയിരിക്കും. സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഈക്വൽ ടു p/AX ആയിരിക്കും. ദെൻ AXൻ്റെ വാല്യൂ നമുക്കറിയാം, സിഗ്മ എക്സ് ഈക്വൽ ടു p/b1 മൈനസ് kx ഇൻറ്റു t ആണ്. സ്ട്രെയിൻ ഇൻ സ്മാൾ എലമെൻറ്റ് ഓഫ് ലെങ്ത് dx എന്ന് പറയുന്നത് EX ഈക്വൽ ടു സിഗ്മ x/E ആണ്. സിഗ്മ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, p/b1 മൈനസ് kx ഇൻറ്റു t ആണ് ഡിവൈഡഡ് ബൈ E.
ദെൻ സ്ട്രെയിൻ എന്ന് പറയുന്നത് P/E ഇൻറ്റു B1 മൈനസ് KX ഇൻറ്റു T ആയിരിക്കും. ദെൻ എക്സ്റ്റൻഷൻ ഓഫ് എലമെൻ്റ് എന്ന് പറയുന്നത് P/E B1 മൈനസ് KX ഇൻറ്റു T DX ആണ്. ടോട്ടൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക 0 to L P/E ഇൻറ്റു B1 മൈനസ് KX T DX. ദെൻ P/ET എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രേഷന് പുറത്തെടുക്കുക. ദെൻ P/ET ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L 1/B1 മൈനസ് KX DX ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ P/ET ഇൻറ്റു ലോഗ് E B1 മൈനസ് KX 0 to L ഇൻറ്റു മൈനസ് 1/K എന്ന് വരും. ദെൻ മൈനസ് 1/K ചെയ്യുമ്പോൾ മൈനസ് P/ET K ഇൻറ്റു ലോഗ് E B1 മൈനസ് KL മൈനസ് ലോഗ് E B എന്ന് വരും. ദെൻ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. ലോഗ് E B1 മൈനസ് KLനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. അങ്ങനെയാണെങ്കിൽ P/ET ഇൻറ്റു P/ET K ഇൻറ്റു ലോഗ് E B1 പ്ലസ് ലോഗ് E KL പ്ലസ് ലോഗ് E B1 എന്ന് വരും. നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P/ET K ലോഗ് E KL എന്ന് വരും. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെയുടെ വാല്യൂ നമുക്കറിയാം B1 മൈനസ് B2/L ആണ്. ദെൻ DL ഈക്വൽ ടു PL/ET ഇൻറ്റു B1 മൈനസ് B2 ലോഗ് E B1 മൈനസ് B2/L ഇൻറ്റു L ആണ്. L ക്യാൻസൽ ആകും. ദെൻ PL/ET B1 മൈനസ് B2 ലോഗ് E B1 മൈനസ് B2 ലോഗ് E B1 മൈനസ് B2 സെപ്പറേറ്റ് ചെയ്ത് എഴുതും. PL/ET ഇൻറ്റു B1 മൈനസ് B2 ഇൻറ്റു ലോഗ് E B1 മൈനസ് ലോഗ് E B2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ലോഗ് A മൈനസ് B എന്ന് പറയുന്നത് ലോഗ് A/B ആണ്. എങ്കിൽ ടോട്ടൽ എക്സ്റ്റൻഷൻ DL എന്ന് പറയുന്നത് PL/ET ഇൻറ്റു B1 മൈനസ് B2 ലോഗ് E B1/B2 ആയിരിക്കും. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. 5 മാർക്ക് 2019 മെയിലെ ക്വസ്റ്റ്യൻ ആണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് when the number of loads acting on the body, then resultant strain is equal to algebraic sum of strain caused by individual loads. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലോഡ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നു, അത് കാരണം സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഓരോ സെക്ഷനിലും ഇൻഡിവിജ്വലായി ലോഡ് സപ്ലൈ ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന സ്ട്രെയിനിൻ്റെ സം ആയിരിക്കും. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് E ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് E3 ആയിരിക്കും. ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ L ഈക്വൽ ടു ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3 ആയിരിക്കും. While using this principle for an elastic body which is subject to number of direct forces at different sections along the length of the body. ഒരു ഇലാസ്റ്റിക് ബോഡിയിൽ നമ്പർ ഓഫ് ഡയറക്റ്റ് ഫോഴ്സ് ലെങ്ത് വൈസ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കേസസിൽ ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഈ വരയ്ക്കുന്നത് കാരണം നമുക്ക് ഓരോ സെക്ഷനിലെയും ഡീഫോർമേഷൻ അറിയാൻ സാധിക്കുന്നു. ഫസ്റ്റ് ഡ്രോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഇൻഡിവിജ്വൽ സെക്ഷൻസ്, ദെൻ ഡീഫോർമേഷൻ ഓഫ് ഈച്ച് സെക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ്. ദ ടോട്ടൽ ഡീഫോർമേഷൻ ഓഫ് ദി ബാർ ഈസ് ഈക്വൽ ടു ദി ഓൾജിബ്രിക് സം ഓഫ് ഡീഫോർമേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ സെക്ഷൻസ്. ടോട്ടൽ ഡീഫോർമേഷൻ ഓഫ് ബാർ എന്ന് പറയുന്നത് ഓരോ സെക്ഷനിലും സംഭവിക്കുന്ന ഡീഫോർമേഷൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും.